think it's a play school? No, it's a child rehabilitation center in Thrissur. Hi, I'm Shivdas. Welcome to Shiva's Wallpaper Studio. ഈ കാണുന്ന വാൾപേപ്പർ എൻ്റെ വളരെ പേഴ്സണൽ ഫേവറേറ്റായി മാറിയൊരു വാൾപേപ്പറാണ്, കാറ്റ് ലവേഴ്സിന് പ്രത്യേകിച്ച്. പക്ഷേ ഇതൊരു നോർമൽ വാൾപേപ്പർ അല്ല, ഇതിനുള്ളിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഇത് ശരിക്കും ഒരു DB ബോക്സ് ആണ്. നമ്മുടെ ഈ എയ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ കൂടെ ഡോക്ടർ സിജു സാർ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനെ കാണാം. ഹായ്, ഞാൻ ഡോക്ടർ സിജു രവീന്ദ്രനാഥ്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ, ആര്യ സെൻറ്റർ ഫോർ ചൈൽഡ് എംപവർമെൻറ്റ്. നമ്മുടെ ഈ സ്ഥാപനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ സെൻറ്റർ അഥവാ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസത്തിനോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടോ നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസിലുണ്ടാകുന്ന കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ആ ക്ലിനിക്ക് എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളതും ആ ക്ലിനിക്കിൽ കൊടുക്കുന്ന കളേഴ്സ് ആയിക്കോട്ടെ, അവിടെ കൊടുക്കുന്ന തീം ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തീം സെലക്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഓരോ ഭാഗങ്ങളും, അതായത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, ഒക്യുപേഷണൽ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, ബിഹേവിയർ തെറാപ്പി, IEP ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡെവലപ്മെൻറ്റൽ തെറാപ്പി, ഇതിലെല്ലാം ഓരോ ഏജിലും അവർക്ക് വരുന്ന പ്രത്യേകതപരമായിട്ടുള്ള ഒരു തീമോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കളറോ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് അകം ഇൻറ്റീരിയേഴ്സും അതുപോലെ തന്നെ ശിവാസ് വാൾപേപ്പേഴ്സുമാണ്. അത് ഹാൻഡ് പിക്ഡ് ആയിട്ട് നമ്മൾ എടുത്തതും ആഫ്റ്റർ എ ലോങ് ഡിസ്കഷൻ വിത്ത് ദ കറസ്പോണ്ടിങ് ആൾക്കാർ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതാണ്. ഫൈനലി അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. മാത്രവുമല്ല അത് കുട്ടികളിൽ ചേഞ്ച് ഉണ്ടാക്കുന്നുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.